നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അല്ല, നീയൊന്നും കഴിക്കുന്നില്ലേ? ആ പെങ്കൊച്ചിന്റെ കാര്യമാണ് നിന്റെ മനസ്സിലെന്ന് എനിക്കറിയാം. ഇനിയിപ്പൊ നീ അതേക്കുറിച്ചൊന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. അവളോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അമ്മ ദേവൂട്ടി വിളിച്ചിരുന്നോ? എന്തിന്? അല്ല, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവള് കൂടി അറിയുന്നത് നല്ലതാന്ന് എനിക്ക് തോന്നി. അതാ മുരളിയുടെ ഫോണില് വീഡിയോ കോൾ ചെയ്ത് ഞാൻ അവളുമായി സംസാരിച്ചത്. അമ്മ ദേവൂട്ടിയോട് മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അത്രയ്ക്ക് വകതിരിവില്ലാത്തവളാണ് ഞാനെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവള് ഞാൻ പറയുന്നതൊക്കെ വളരെ സന്തോഷത്തോടെയാ കേട്ടത്. ആ പിന്നെ സംസാരിച്ച കൂട്ടത്തില് നിന്റെ കല്യാണ ആലോചനയുടെ കാര്യവും ഞാൻ അവളോട് സൂചിപ്പിച്ചു. അമ്മ എന്തിനാ അതൊക്കെ ദേവൂട്ടിയോട് പറയാൻ പോയത്? പറയാതെ പിന്നെ എല്ലാ കാര്യങ്ങളും അവള് മുൻകൂട്ടി അറിഞ്ഞിരിക്കുന്നതല്ലേടാ നല്ലത്. അല്ല, ഒടുക്കം നമ്മളാരും അവളെ പറഞ്ഞു പറ്റിച്ചു എന്ന് പറയില്ലല്ലോ. അത് ശ്രീകലാമ്മ പറഞ്ഞത് പോയിന്റ് ആണ് കേട്ടോ. കാര്യങ്ങള് നേരത്തെ അവരോട് സൂചിപ്പിക്കുന്നത് തന്നെയാ നല്ലത്. അത് മാത്രമല്ല മോളെ, അവളെ ഞാൻ വീഡിയോ കോൾ ചെയ്തതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പായി. ആ ശ്യാമിലിക്കുട്ടിയെ ഞാൻ വെറുതെ സംശയിച്ചതാ. ശ്യാമിലിയും ഈ പറഞ്ഞ ദേവൂട്ടിയുമായി ഒരു ബന്ധവും ഇല്ല. ഒക്കെ എന്റെ വെറും തെറ്റിദ്ധാരണയായിരുന്നു. ഇപ്പോഴെങ്കിലും തനിക്കത് മനസ്സിലായല്ലോ, ആശ്വാസം. അല്ല, ഇനിയിപ്പോ ശ്യാമിലയുടെ കാര്യത്തിൽ എന്താ തന്റെ തീരുമാനം? അതിലിനി പ്രത്യേകിച്ച് തീരുമാനം എടുക്കാനൊന്നുമില്ല തമ്പിയേട്ട. നാളെ തന്നെ നമ്മൾ നേരിൽ ചെന്ന് അവരെ കണ്ട് സംസാരിച്ച് എല്ലാം ഉറപ്പിക്കുന്നു. പറ്റിയ നാളെ തന്നെ നിശ്ചയത്തിന്റെ തീയതി എടുക്കാം. എന്താ മോനെ? അല്ല, ഞങ്ങളുടെ കൂടെ നാളെ നീയും വരില്ലേ? ഇല്ലമ്മേ, ഞാനില്ല. നിങ്ങൾ പോയി സംസാരിച്ചിട്ട് വന്നാൽ മതി. ഞാനൊന്നിനുമില്ല. സന്ദീപേ, ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചത് അവന് ഇഷ്ടായില്ല എന്ന് തോന്നുന്നു. അത് സ്വാഭാവികമല്ലേ ശ്രീ. അവന്റെ സ്ഥാനത്ത് ആർക്കായാലും അങ്ങനെ തോന്നൂ. തമ്പിയേട്ടാ, അവൻ വരുന്നില്ലെങ്കിൽ വേണ്ട. നമുക്ക് എല്ലാവർക്കും കൂടെ പോയി നാളെ തന്നെ ഒരു തീരുമാനം എടുക്കാം, അല്ലേ അമ്മേ? അതിനിപ്പോ എല്ലാവർക്കും കൂടി പോവേണ്ട ആവശ്യമുണ്ടോ? നീയും തമ്പിയും മാത്രം പോയാ പോരെ? അതേടോ, അത് മതി. അതിന്റെ കാര്യമുള്ളൂ. എന്നാ ശരി, അങ്ങനെയാവട്ടെ. ആരാണാവോ ഈ നേരത്ത്? ഹലോ കുമാരേട്ടാ, ഇത് ഞാനാ, സന്ദീപ്. എന്താ സാറേ, എന്തിനാ ഈ നേരത്ത് വിളിച്ചത്? അല്ല, ഞാൻ അത് ദേവൂട്ടി എനിക്ക് അവരോടൊന്ന് സംസാരിച്ചാൽ കൊള്ളുന്നുണ്ട് കുമാരേട്ടാ. വേണ്ട സാറേ, ഇനിയും ആ പാവത്തിനെ ദ്രോഹിച്ച് മതിയായില്ലേ നിങ്ങൾക്ക്? ഇങ്ങനെ നോവിച്ച് രസിക്കാൻ മാത്രം ആ പാവ എന്ത് തെറ്റാ നിങ്ങളോടൊക്കെ ചെയ്തത്? കുമാരേട്ടാ, ഞാൻ ഇനി സാറൊന്നും അറിഞ്ഞില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ക്ഷമാപണം നടത്താൻ വിളിച്ചതാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചുപോയി എന്നൊരു കുറ്റം മാത്രമേ പാവം ദേവൂട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളൂ. അതിന്റെ പേരിൽ ആ കുട്ടിയെ ഇനിയും നിങ്ങളിങ്ങനെ അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യരുത്. മിണ്ടാപ്രാണിയാണെങ്കിലും ആത്മാഭിമാനമുള്ള കുട്ടിയാണവള്. ആ മനസ്സ് ഇനിയും ഇങ്ങനെ വേദനിപ്പിക്കരുത്. മഹാപാപമാണ്. കുമാരേട്ടാ,
അമ്മ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് വേണ്ട വേണ്ട, ഇനി അതേക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. ആ പാവത്തിനെ ഇനിയും ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിക്കാതിരുന്നാൽ മതി. ആ സാധുക്കുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചു പൊക്കോട്ടെ. ദയവ് ചെയ്ത് ദേവൂട്ടിയുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി സാറിനി ഇങ്ങോട്ട് വിളിക്കരുത്. വിളിച്ചാലും ഞാൻ കൊടുക്കില്ല. കുമാരേട്ട, ഞാൻ കുമാരേട്ടൻ എന്നോട് ഇത്രയും ദേഷ്യപ്പെടണമെങ്കിൽ ദേവിയുടെ മനസ്സ് അത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. അമ്മേ ദേവി, അവളുടെ സങ്കടം മാറ്റിക്കൊടുക്കണേ. ദേവുട്ടി, സന്ധ്യ കഴിഞ്ഞ നേരത്ത് നീ എന്താ ഇവിടെ, അതും തനിച്ച്? അസമയത്ത് ഇവിടെ തനിച്ചിരിക്കുന്നത് അത്ര സുരക്ഷിതമല്ലെന്ന് അറിയില്ലേ നിനക്ക്? എന്റെ മനസ്സിലെ സങ്കടം ഞാൻ എങ്ങനെയാ വിദ്യാമ്മയോട് പറയുക? സൗവർണിക പുനർജന്മം തന്നവൾക്കിപ്പോ അതേ സൗവർണികയിൽ തന്നെ അലിഞ്ഞില്ലാതാവാൻ ആഗ്രഹം. എല്ലാവരുടെയും വിരോധവും സമ്പാദിച്ച് ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതാ. ഈ സൗവർണികയിൽ തന്നെ എല്ലാം അവസാനിപ്പിക്കാനാണോ നീ ആലോചിക്കുന്നത്? അതൊരു ഒളിച്ചോട്ടാണല്ലോ ദേവുട്ടി. ആത്മത്യാഗം ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ മാത്രം നിന്റെ കാര്യത്തിൽ ഇപ്പൊ എന്താ ഉണ്ടായത്? നീ സ്നേഹിക്കുന്നവർ നിന്നെ മനസ്സിലാക്കുന്നില്ല എന്നതിന്റെ പേരിൽ സ്വയം ഇല്ലാതാവാൻ ശ്രമിക്കുന്നത് ഭീരുത്വമാണ് കുട്ടി. അത് മാത്രമല്ല, ആത്മാവ് തന്ന പ്രപഞ്ച ശക്തിക്ക് മാത്രമേ അത് തിരിച്ചെടുക്കാനും അവകാശമുള്ളൂ. സ്വന്തം ജീവനെ സ്വയം ഹനിക്കാൻ നോക്കുന്നത് പാപമാണ്. പിന്നെന്താ അതിലൊരു പക്ഷേ? നോക്കൂട്ടി, ഓരോ മനുഷ്യനെയും മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അവനവന്റെ മനസ്സിലെ ശുഭപ്രതീക്ഷകളാണ്. ഒപ്പം ഒരവസ്ഥയും ശാശ്വതമല്ല എന്ന തിരിച്ചറിവും. നിന്നെ വേണ്ട രീതിയിൽ മനസ്സിലാക്കാത്തവർ ഒരു ദിവസം നിന്റെ സ്നേഹവും മഹത്വവും മനസ്സിലാക്കുന്ന ദിവസം വരും. ആ ദിവസം ആത്മാഭിമാനത്തോടെ അവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ നീ ഉണ്ടായേ പറ്റൂ. അപ്പോഴാണ് നിന്റെ ജീവിതം സാർത്ഥകമാകുന്നത്.